വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളിൽ അതിമനോഹരമായ ടച്ച് ആൻഡ് സ്മെൽ ഗാർഡൻ ഒരുക്കുന്ന തിരക്കിലാണ് പന്തല്ലൂർ സ്കൂളിലെ 1ാം വർഷ NSS വളണ്ടിയർമാർ. ഇന്ന് അതിൻ്റെ വിശേഷത്തിലേക്കാണ് പട്ടണവിശേഷം TV നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൂക്കളും പൂന്തോട്ടവും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പ്രകൃതിയിൽ വിടരുന്ന വർണ്ണവിസ്മയങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ കാഴ്ച നിഷേധിക്കപ്പെട്ട ഒരു പറ്റം കുരുന്നുകൾക്ക് പൂക്കളെ തൊടാനും അറിയാനും അവയുടെ സുഗന്ധം ആസ്വദിക്കാനുമുള്ള അവസരം ഒരുക്കുകയാണ് പന്തല്ലൂർ സ്കൂളിലെ NSS യൂണിറ്റിലെ 50ഓളം വരുന്ന അംഗങ്ങൾ. നമുക്കറിയാം, കാഴ്ച എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഭാഗ്യവും ഭാഗ്യക്കേടോ അറിയില്ല. അത് കിട്ടാതെ പോയൊരു പറ്റും 70ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂൾ. വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം, അതിലെ പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ആ കാഴ്ച ഇവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ടച്ച് ആൻഡ് സ്മെൽ ഗാർഡൻ, ഇവിടുത്തെ HM പറഞ്ഞാണ്, സാധാരണ ഗാർഡനിലൊക്കെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക തൊടരുത്, പൂ പറിക്കരുത്, മണക്കരുത് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാഴ്ച ഇല്ലാത്ത കുട്ടികൾക്ക് തൊടാനും അവർക്ക് മണക്കാനും അവർക്ക് പറിച്ചെടുക്കാനും അറിയാനും പറ്റിയ രീതിയിലൊരു ഗാർഡനാണ് ഒരുക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേക 70ഓളം വിദ്യാർത്ഥികൾ പൂർണ്ണമായും അന്ധരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അവർക്ക് അവരെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിലെ പ്രതിപാദിക്കുന്ന ചെടികൾ ഈ ഒരു കോമ്പൗണ്ടിൽ നട്ടെടുക്കുകയും അവർക്ക് തടസ്സം കൂടാതെ ഓരോ ചെടിയുടെയും അടുത്തെത്താമെന്ന രീതിയിലുള്ള ഒരു നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് പ്രത്യേക രീതിയിൽ അതിനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ 5 ദിനം കൊണ്ട് വിദ്യാർത്ഥികൾ ഇവിടെയുള്ള ആകെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ ഒരു കോമ്പൗണ്ട് വാളും ഇതിനകത്ത് മണ്ണ് എടുത്ത് നിരത്തുകയും ഈ ഒരു വഴികളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. പൂർണ്ണമായും വളരെ കുട്ടികളുടെ ഒരു അധ്വാനം തന്നെയാണ്. സ്കിൽ ലേബേഴ്സ് 3 പേര് മാത്രമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇഷ്ടംപോലെ പാറക്കല്ലുകളും, ഭയങ്കര റിസ്ക് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല ഇത് നികത്താന്നൊക്കെ. പക്ഷെ അത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ 50 പേര് അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഭയങ്കര മുറി കൈ 2 ആൾക്കാർക്ക് പരിക്കാണ്, കൈ കെട്ടിയിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ നെല്ലാക്കിയത്. ആകെ കാടും മുള്ളായിരുന്നു. പിന്നെ ഈ മതിലെല്ലാം ഈ വേയെല്ലാം കെട്ടിയത് 6 ലോഡ് കല്ല് കൊണ്ടിട്ടായിരുന്നു. അതെല്ലാം 3 ദിവസം കൊണ്ടാണ് എല്ലാം കൊണ്ട് ഇവിടെ റെഡിയാക്കിയത്. എല്ലാവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെങ്കിലും ഇത് എത്തിയത്. സാധാരണ ഒരു പൂന്തോട്ടത്തിന് അപ്പുറമാണ് ടച്ച് ആൻഡ് സ്മെൽ ഗാർഡൻ്റെ സവിശേഷതകൾ. കുട്ടികൾക്ക് ഓരോ ചെടിയുടെ അടുത്തും തടസ്സം കൂടാതെ എത്താനായുള്ള ഒരു പാതയും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ബ്ലൈൻഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങളിലുള്ള പൂക്കളും ചെടികളും പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ ഞങ്ങൾ 8 മണിക്ക് തുടങ്ങും പ്രൊജക്ട് വർക്ക്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റുള്ള ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾ ഇവിടെ കൊത്തി വന്ന് ശരിയാക്കിയിട്ട് മതിൽ കെട്ടി കല്ല് അവിടെ ഇറക്കിയത് മുതൽ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. അറബാനയിൽ കല്ല് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ശരിക്കും വെയിൽ കൊണ്ട് ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര കഠിനാധ്വാനമുള്ള ജോലി തന്നെയാണ്. ഞങ്ങൾക്ക് പലർക്കും നല്ല മസിൽ പെയിൻസ് വരുന്നുണ്ട്, അതുപോലെയുള്ള വേദനകളുണ്ട്. അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒക്കെ സഹായം വളരെയധികം വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ലൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എത്ര തന്നെ കഠിനാധ്വാനം തോന്നുന്നെങ്കിലും എത്ര തന്നെ തളർച്ച തോന്നുന്നെങ്കിലും ഞങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല. ഞങ്ങൾ വളരെ കൂടുതൽ ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ഹയർ സെക്കൻഡറി തലത്തിലുള്ള അവരുടെ പ്രായ ഘടനയ്ക്ക് അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ വിശാലമായ ബൃഹത്തായ ഒരു പ്രൊജക്റ്റാണ് ഇവർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ഇവരെ ഒരു പ്രായവും ഇവരുടെ പഠിക്കുന്ന ക്ലാസ്സും വെച്ച് നോക്കുമ്പോൾ
അവരെക്കാൾ വലിയൊരു ഒരു പക്ഷേ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിലേറെ ഒരു സമിതി ഏറ്റെടുക്കേണ്ട ഒരു വലിയ പ്രൊജക്റ്റ് തന്നെ ആണ് ഈ വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഏറ്റെടുത്ത് ഇത്രയും വലിയ ഭംഗിയായി വളരെ ഊർജ്ജസ്വലതയോടുകൂടി അവർ നിർവഹിക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെ വളരെ പ്രശംസനീയമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വള്ളിക്കാപ്പറ്റ സ്കൂളിൽ ഒരുങ്ങുന്ന കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ടച്ച് ആൻഡ് സ്മെൽ ഗാർഡൻ അവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള പന്തല്ലൂർ സ്കൂൾ NSS യൂണിറ്റിന്റെ സ്നേഹ സമ്മാനമാണ്. ഇവിടുത്തെ ബോർഡിൽ പൂ പറിക്കരുതെന്നോ പുല്ലിൽ ചവിട്ടരുതെന്നോ എഴുതി വെക്കില്ല. പൂക്കളെ തൊട്ടും തലോടിയും അവയ്ക്കിടയിൽ ചിരിച്ചും കളിച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കും.